നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മൾ ആർക്കായാലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ചെയ്യുന്നത്. വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ വിപ്പ് ക്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിന്നിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോഴാണെങ്കിൽ ഇത്ര സമയം പോലും എടുക്കില്ല, എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 250 ml കൊള്ളുന്ന കപ്പിൽ 1 കപ്പോളം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അളന്നെടുത്തത്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് പുളിയുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേതെങ്കിലും ഫ്രൂട്ട്സ് എടുക്കാം. അതായത് പൈനാപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ പഴുത്ത മാമ്പഴം ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ മുന്തിരിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. മുന്തിരി വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മുന്തിരി ജ്യൂസ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് കുറുക്കിയിട്ടൊന്ന് എടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് വരുമ്പോൾ ഈ സ്ട്രോബെറി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കുന്ന ഒരു നിർബന്ധമില്ല. നമ്മളിപ്പോൾ കഷ്ണങ്ങളാക്കിയത് നിങ്ങൾക്ക് ഏകദേശം ഒരു അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഈ സ്ട്രോബെറി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വീറ്റ് ബ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ കഴിക്കണ ഏത് ബ്രെഡായാലും എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെങ്കിൽ കൂടുതൽ വലിപ്പം ഉണ്ടാവും. ഇനി ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് വെട്ടി കളഞ്ഞു കൊടുക്കണം. അപ്പോൾ സ്ട്രോബെറി അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെയാണ് നമ്മളിത് വെട്ടുന്നതെങ്കിൽ ഈ സമയത്ത് ഇടയ്ക്ക് പോയിട്ടൊന്ന് സ്ട്രോബെറി ഒന്ന് ഇളക്കി കൊടുക്കാനും അത് അടിക്ക് പിടിക്കാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. 4 സൈഡ് നമ്മളിങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈ 4 സൈഡ് നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷേപ്പിലൊക്കെ ആയിട്ടൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ അത് വെട്ടിയെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു മൂടി എടുക്കാം. നമുക്കിത് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഈ ബ്രെഡിൻ്റെ 2 വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് ബ്രെഡ് വേസ്റ്റ് ആക്കി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡിൽ തന്നെ ഈ ഷേപ്പിലുള്ള 2 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മൂടി എടുക്കണം. എന്നാൽ പോലെയാണ് നമുക്ക് 2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കി കളയാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പിലല്ലെങ്കിൽ ഇതൊരു ചതുരത്തിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ട് ഇതിന് സ്ട്രോബെറിയുടെ ഫ്ലേവർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഒറ്റ ഫ്ലേവറും കൊടുക്കാണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എളുപ്പം തന്നെ ചെയ്തെടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ടായിരിക്കുമ്പോൾ ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലേവറൊക്കെ ഇതിൽ കൊടുക്കാം. ഒരു 3 ബ്രെഡ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ വെക്കുക. ബാക്കിയുള്ള 3 ബ്രെഡ് നമ്മൾ ഈ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു ബ്രെഡിൽ നിന്ന് ഇതുപോലത്തെ ഷേപ്പുള്ള 2 കഷ്ണങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ മൊത്തം 6 കഷ്ണങ്ങൾ നമുക്ക് വേണം കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ആയി സ്ട്രോബെറി ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ അടിക്ക് പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ സ്ട്രോബെറി ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് കേക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടാണ് സ്ട്രോബെറിയുടെ ജാമൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ജാമിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മൾ അടിക്ക് പിടിക്കാതെ ഇത് ഇളക്കി കൊടുത്ത് ഏകദേശം ഒന്ന് ഈ പരുവത്തിലാകുമ്പോൾ ഈ സമയത്ത് നമ്മളിതിൽ മധുരമൊക്കെ നോക്കുക. മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ചൊരു ഉപ്പാണ് ചേർക്കുന്നത്. അത് ആ മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് പകർത്തി കൊടുക്കാം. അപ്പോൾ പകർത്തി കൊടുക്കുമ്പോൾ പാനിൽ നന്നായിട്ട് വടിച്ചെടുത്തിട്ട് ആ പാത്രത്തിലോട്ട് പകർത്തണമെന്നില്ല. ഇതുപോലെ പാനിൽ കുറച്ചൊന്ന് ബാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ പകർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ പാനിൽ കുറച്ചൊന്ന് ബാക്കി ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ബാക്കി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാനിൽ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വെള്ളത്തിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ആ വെള്ളത്തിലെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്
ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷമാണ് നമുക്ക് ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഈ സിറപ്പും പിന്നെ നേരത്തെ നമ്മൾ സ്ട്രോബെറി വേവിച്ചെടുത്തില്ലേ, അതൊക്കെ പെട്ടെന്ന് ചൂടാറ്റി കിട്ടാനായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ചൂടാറ്റി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത് വിപ്പ് ക്രീമാണ്. അപ്പോൾ ഞാനിന്നിവിടെ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ് വിപ്പ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചിട്ട് വീണ്ടും വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയോളൂ. പിന്നെ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ മാത്രമായിട്ട് ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് വിപ്പ് ക്രീം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഇപ്പോൾ ഈ വിപ്പ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിപ്പ് ക്രീമിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്ട്രോബെറി എന്നൊരു ജാം പരുവത്തിലാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പുളി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ടപ്പോൾ, അതായത് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേറൊരു ഫ്രൂട്ടും ഫ്ലേവറിനായിട്ട് ചേർക്കണില്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വിപ്പ് ക്രീം ഒന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ സ്ട്രോബെറി വേവിച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു ജാം പരുവത്തിലുള്ള അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്താൽ പുളി മുന്നിൽ നിൽക്കും. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം യോജിച്ച് കഴിഞ്ഞാൽ ഈ ക്രീം കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ബ്രെഡിൽ തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ തേച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ആ സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ആ പാനിൽ തന്നെ വെച്ചിട്ട് തയ്യാറാക്കിയില്ലേ, അതെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ബ്രെഡും എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്കൊരു ടേൺ ടേബിളാണ് വേണ്ടത്. അപ്പോൾ ടേൺ ടേബിളിന് പകരം നമുക്ക് അതില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. പാത്രത്തിൻ്റെ മുകളിലോട്ട് പ്ലേറ്റ് വെച്ച ശേഷം നമ്മളൊന്ന് കറക്കി കൊടുത്ത് നോക്കുക. നന്നായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മതിയാവും ടേൺ ടേബിളിന് പകരമായിട്ട്. പിന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നീളം വീതിയൊക്കെയുള്ളൊരു കത്തിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്ന കുറച്ച് വീതിയുള്ളൊരു കത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ സ്കെയിലില്ലേ, അത് എടുക്കാം കേട്ടോ. ഇനി ബ്രെഡ് ഈ പ്ലേറ്റിലായിട്ടൊന്ന് ഉറച്ചിരിക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഷേപ്പിലുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ 2 സൈഡിലാണ് നമ്മൾ മറ്റേ ഷേപ്പ് ഒന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും കൂടി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത ശേഷം ആ ഷേപ്പ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഹാർട്ട് ഷേപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഏകദേശം ആ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മാറുന്ന രീതിയിൽ ഈ ഷുഗർ സിറപ്പ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. അതുപോലെ നമ്മളതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പ് ക്രീമില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഇത് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക, വീണ്ടും വിപ്പ് ക്രീം തേച്ച് കൊടുക്കുക. ആ രീതിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള വിപ്പ് ക്രീമൊക്കെ എല്ലാ സൈഡിലുമായിട്ട് നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം ഈ കത്തി വെച്ചിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് ഭംഗിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലായിടത്തും ഇതുപോലെ വിപ്പ് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഒരുവിധം നന്നായിട്ടൊന്ന് ഈ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് പിന്നീട് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് നല്ല മിനുസാക്കിയൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വിപ്പ് ക്രീം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്കതിൽ അതൊക്കെ നന്നായിട്ട് ഐസിങ് ഒക്കെ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അത് വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഐസിങ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എന്നാലും നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നേരം ക്ഷമയോട് കൂടി ഇരുന്നാൽ ശരിയായിട്ട് കിട്ടും. പിന്നെ കുറച്ചും കൂടി വിപ്പ് ക്രീം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നോസിൽ തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ അട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ വിപ്പ് ക്രീം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് പിന്നെ കുറച്ചും കൂടി സമയം എടുക്കുക. പിന്നെ സ്ട്രോബെറി ഒന്നും നിങ്ങൾ എടുക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും നിങ്ങൾ ഫ്ലേവറായിട്ട് കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നും കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ബ്രെഡ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഒരു ബെല്ലൈക്കൺ എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.